ധന്യമുള്ള ആ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹാവന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷൻ്റെ ഉറവന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ സ്നേഹമുള്ള വിശ്വാസികൾക്കും സ്വാഗതം. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ വളരെ മനോഹരമായ ഒരു ചിന്ത ഞാൻ കൊണ്ടുവന്നു. അനേക പ്രിയപ്പെട്ടവർക്ക് ആ വചന ശുശ്രൂഷയും കേൾവിയും അത് വളരെ അനുഗ്രഹമായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ വചന കേൾവി എല്ലാവർക്കും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തകൾക്കായി ഒരു തിരുവചന ഭാഗം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അതിന് ആധാരമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. എല്ലാവരോടും ഉത്തരം പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. എന്നിലും ബലവാനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. അനേക ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരിലൂടെ എത്രയോ പ്രാവശ്യങ്ങളും വായിച്ച് കേൾക്കപ്പെട്ട ദൈവജനമാണ്. കേൾക്കുന്തോറും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആത്മീയമായ അനുഗ്രഹങ്ങളും ഉന്മേഷങ്ങളും നമുക്ക് ലഭിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് വചനത്തിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ അനുഗ്രഹങ്ങളും പ്രാപിച്ച വിശ്വാസ ജീവിതം നയിച്ച വ്യക്തികൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൂടുതൽ സമയങ്ങൾ ധ്യാനത്തിനും ജാഗരണത്തിനും പ്രാർത്ഥനകൾക്കും ഉപവാസത്തിനും സമയങ്ങൾ ചെലവിടാറുണ്ട്. അത് അനേക വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദകൃപാ പേരും നദിയേ, അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. ഇവിടെ വായിച്ചതായിരിക്കുന്ന വേദഭാഗം നമുക്കെല്ലാവർക്കും വളരെ പരിചയമാണ്. ദൈവദാസനായിരിക്കുന്ന സ്നാപക യോഹന്നാൻ യോർദാന്റെ തീരത്ത് നിന്നുകൊണ്ട് കടന്നു വന്നതായിരിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ നിൽക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ വഴിയൊരുക്കാൻ വന്നവനാണ്. ഞാനിപ്പോൾ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു. എന്നാൽ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. അവൻ്റെ കാലടി ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനും അല്ല. യോഹന്നാന്റെ അമ്മയായിരിക്കുന്ന എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു വേളയിൽ തൻ്റെ ചാർച്ചയിൽ പെട്ടതായിരിക്കുന്ന യേശുവിൻ്റെ അമ്മ മറിയത്തെയും ഗർഭിണിയായിരിക്കുന്ന കാലയളവിൽ അവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുകയും വളരെ നാളുകൾക്ക് ശേഷം കണ്ടതായിരിക്കുന്ന സഹോദരിമാർ ചാർച്ചയിൽ പെട്ടതായതുകൊണ്ട്, ബന്ധത്തിൽ പെട്ടതായതുകൊണ്ട് അവർ ആലിംഗനം ചെയ്ത് അവർ ആ സ്നേഹം പങ്കിട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന
പിള്ള തുള്ളി എന്ന് വായിക്കുന്നു. അവിടെ ദൈവികമായിരിക്കുന്ന ഒരു ചൈതന്യം, ദൈവികമായിരിക്കുന്ന ഒരു പ്രവർത്തനം അന്ന് പ്രാപിച്ചതാണ്. അതിനുശേഷം വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, ഇതാ അവൻ വന്നിരിക്കുന്നു, നിങ്ങളുടെ നടുവിലുണ്ട്, നിങ്ങളുടെ സമീപത്തുണ്ട്. 40 ദിവസത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം, ഉപവാസത്തിന് ശേഷം യേശു കടന്നു വരികയാണ്. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ ഒരു വലിയ കൂട്ടം ആളുകളെ കണ്ടുകൊണ്ട് പറയുകയാണ്, ഇതാ അവൻ വരുന്നു, വഴി മാറിക്കൊടുക്ക് എന്ന്. കടന്നു വന്നപ്പോൾ പറയുകയാണ്, എന്നിലും ബലവാനായിരിക്കുന്നവൻ, എന്നിലും ശക്തനായിരിക്കുന്നവൻ, എന്നിലും ശ്രേഷ്ഠനായിരിക്കുന്നവൻ, എന്നിലും മഹത്വമുള്ളവൻ, എന്നിലും തേജസ്സുള്ളവൻ, എന്നിലും അത്ഭുതം പ്രവർത്തിക്കുന്നവൻ, ഇതാ അവൻ നിങ്ങളുടെ നടുവിലുണ്ട്. യശയ്യാവിന്റെ പുസ്തകത്തിൽ യശയ്യാപ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, ഇമ്മാനുവേൽ എന്ന അർത്ഥമുള്ള യേശു എന്ന പേർ വിളിക്കപ്പെടും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവായി, സമാധാന പ്രഭുവായി, അൽഫയും ഒമേഗയുമായി, രോഗികളെ സൗഖ്യമാക്കുന്നവനായി, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായി, വീണ്ടെടുക്കുന്നവനായി, രക്ഷ നൽകുന്നവനായി, ആശ്വാസം നൽകുന്നവനായി, വിടുതൽ നൽകുന്നവനായി ഈ ലോകത്തിലേക്ക് കടന്നു വരും. ഇപ്പോൾ ആ ഇമ്മാനുവേൽ യോർദാനിൽ വന്നിരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞതായിരിക്കുന്ന യോഹന്നാൻ പറയുകയാണ്, എന്നിലും ബലവാനായിരിക്കുന്നവൻ, എന്നിലും ശ്രേഷ്ഠനായിരിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ആ ശ്രേഷ്ഠനായിരിക്കുന്നവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്, നമ്മെ രക്ഷിച്ചിരിക്കുകയാണ്, പാപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്, രോഗത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുകയാണ്, സൗഖ്യം നൽകിയിരിക്കുകയാണ്. ആ രക്ഷയുടെ സന്ദേശത്തിൽ നാം അവരെ ആരാധിക്കുവാൻ സമർപ്പണത്തോടുകൂടെ കടന്നു വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, ശ്രേഷ്ഠനായിരിക്കുന്നവൻ. അതേക്കുറിച്ച് ദാവീദ് തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വെളിപ്പെട്ട് പറഞ്ഞത്, എൻ്റെ ഗോപുരമായിരിക്കുന്നവൻ, എൻ്റെ രക്ഷയായി തീർന്നവൻ, എനിക്ക് വഴി ഒരുക്കുന്നവൻ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എനിക്ക് നീ വഴി കാണിച്ചു തരണമേ, നീ വഴി എനിക്ക് കാണിച്ചു തരണമേ. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദ് പറഞ്ഞത്, ഇടയനായിട്ടാണ് അവനെ മന്ത്രിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു, ഇടയനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു, പുരോഹിതനായി ചിത്രീകരിച്ചിരിക്കുന്നു, രാജാവായി ചിത്രീകരിച്ചിരിക്കുന്നു, വൈദ്യനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു, രക്ഷകനായി ചിത്രീകരിച്ചിരിക്കുന്നു, വരുന്നവനായി ചിത്രീകരിച്ചിരിക്കുന്നു, പോയവനായി ചിത്രീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ പറയുകയാണ്, എന്നിലും ബലവാനായിരിക്കുന്നവൻ. യോഹന്നാന്റെ സമീപത്ത് കടന്നു വന്ന് പറഞ്ഞു, നിന്നാൽ ഞാൻ സ്നാനമേൽക്കുവാൻ ആഗ്രഹിക്കുന്നു, എന്നെ സ്നാനപ്പെടുത്തണമേ എന്ന്. അപ്പോൾ വിലക്കി, പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇപ്പോൾ നീ സമ്മതിക്കാം. അങ്ങനെ യോഹന്നാൻ യോർദാനിൽ വെച്ച് സ്നാനം ഉയർന്നു കയറി വന്നപ്പോൾ, വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ആ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശുവിൻ്റെ ശരീരത്ത് ഇരിക്കുകയും ഉയരത്തിൽ നിന്നൊരു ശബ്ദം കേട്ടോ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പേൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഒരു ശബ്ദം കേട്ടോ. ആ പ്രിയപുത്രനെയാണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, എന്നിലും ബലവാനായവൻ, എന്നിലും ശ്രേഷ്ഠനായിരിക്കുന്നവൻ, എന്നിലും മഹത്വമുള്ളവൻ. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നിങ്ങളെ വീണ്ടെടുത്തവനാണ്, നിങ്ങളെ നടത്തുന്നവനാണ്, നിങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നവനാണ്, ആശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്നവനാണ്, വിടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ആ രക്ഷകനായിരിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരും. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ വചനം കേട്ടതിന് ശേഷം എത്രയോ ആളുകൾ വിളിക്കാനിടയായി തീർന്നു, മെസ്സേജ് ഇടാനിടയായി തീർന്നു. അവിടെയൊക്കെ ജീവിതത്തിൽ വളരെ ആശ്വാസപ്രദമായിരിക്കുന്ന അനേക അനുഭവങ്ങൾ ലഭിക്കപ്പെട്ടു എന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അധികമായി സന്തോഷിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവരെ അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ ശ്രേഷ്ഠനായിരിക്കുന്നവൻ നമ്മെ പേർ ചൊല്ലി വിളിച്ചു, മുന്നമേ കണ്ടു. അവൻ്റെ സന്നിധിയിലേക്ക് പകൽക്കാലം നാം കടന്നു വരുമ്പോൾ അത് വലിയ അനുഗ്രഹമാണ്. ഈ ശ്രേഷ്ഠനായിരിക്കുന്ന വ്യക്തിയെ, യോഹന്നാൻ പറഞ്ഞതായിരിക്കുന്ന ശ്രേഷ്ഠനെ, രക്ഷകനെ, മന്ത്രിയായിരിക്കുന്നവനെ, പുരോഹിതനായിരിക്കുന്നവനെ, ഇടയനായിരിക്കുന്നവനെ, അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പത്രോസ് തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ,
പത്രോസിന്റെ അമ്മായിയമ്മ പനിയായിട്ട് കിടക്കുകയാണ്. ചില ദിവസങ്ങളായിട്ട് പനിയായിട്ട് കിടക്കുകയാണ്. നടക്കാൻ കഴിയാതെ കിടക്കുകയാണ്, എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുകയാണ്, സംസാരിക്കാൻ കഴിയാതെ കിടക്കുകയാണ്. ജ്വരം പിടിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെ കിടക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, എൻ്റെ അമ്മ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന്, അവൾ സൗഖ്യം പ്രാപിക്കേണ്ടതിന് നീ വന്ന് കൈവച്ച് പ്രാർത്ഥിക്കണമേ. ക്ഷണിക്കാൻ, വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതുപോലെ ക്ഷണിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് യൈറോസ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ യൈറോസ് പറയുകയാണ്, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന നിലയിൽ കിടക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് അവളുടെ മേൽ കൈവച്ച് അവളെ വിടുവിക്കണമേ എന്ന്. ഇവിടെ ഇപ്പോൾ പത്രോസ് ക്ഷണിക്കുകയാണ്, എൻ്റെ അമ്മ സൗഖ്യമില്ലാതെ കിടക്കുകയാണ്, വിടുതലിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പത്രോസിന്റെ വിശ്വാസം. ശ്രേഷ്ഠനായവനെ തിരിച്ചറിഞ്ഞിട്ട്, ഇടയനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട്, ദൈവത്തിന്റെ പുത്രനാണ് തിരിച്ചറിഞ്ഞിട്ട്, സൗഖ്യം കൊടുക്കുവാൻ കഴിയുന്ന വൈദ്യനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പത്രോസ് പറയാണ്, എൻ്റെ വീട്ടിലേക്കൊന്ന് വരണമേ. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ള വിശ്വാസികളെ, മാതാപിതാക്കളെ, നിങ്ങൾ എപ്രകാരം യേശുവിനെ കാണുന്നു? വൈദ്യനായിട്ട് കാണുന്നുവെങ്കിൽ അവൻ സൗഖ്യദാതാവായി കടന്നു വരും. അവൻ വിടുവിക്കുന്നവനായി കാണുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു വിടുതലായിട്ട് വരും. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തരുവാൻ ശക്തനായവൻ നിന്റെ അരികിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. കഴിഞ്ഞ കാല ജീവിതത്തിൽ എത്രയോ വട്ടം കടന്നു വന്നിട്ടുണ്ട്, എത്രയോ കിടക്കകൾ മാറ്റിവിരിച്ചിട്ടുണ്ട്. മരണക്കിടക്കയിൽ നിന്ന്, രോഗക്കിടക്കയിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, വേദനയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, കണ്ണീരിൽ നിന്ന് നിന്നെ വിടുവിച്ച് നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറയണം. ആഗ്രഹിച്ചതിലപ്പുറത്ത് കൊണ്ടുപോകുന്നു, അതിന് നന്ദി പറയണം. അന്നെന്നുള്ളതെല്ലാം തന്ന് നടത്തുന്നതിന് നന്ദി പറയണം. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു, അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്ന, അന്നൊന്ന് തന്ന് ഞങ്ങളെ പോറ്റുന്ന ദിവ്യമാകുന്ന, സ്നേഹമാകുന്ന ആ കരത്തിൻ്റെ ശക്തി വന്ന് എൻ്റെ വീട്ടിലേക്കൊന്ന് വരണമേ. യേശുവിനെ ക്ഷണിച്ചാൽ മാത്രമേ വരൂ. ക്ഷണിക്കാതെ വരുന്നവനല്ല, ക്ഷണിക്കാതെ കയറുന്നവനല്ല, ക്ഷണിക്കാതെ നോക്കുന്നവനല്ല. നീ ഒന്ന് ക്ഷണിച്ചു നോക്കിയാൽ വിടുതലാണ്. ഒന്ന് ക്ഷണിച്ചു നോക്കൂ. സ്തോത്രം. ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിക്കൂ, ഭവനത്തിലേക്കൊന്ന് ക്ഷണിക്കൂ. കർത്താവേ, എൻ്റെ ഈ സ്ഥിതിയിൽ നിന്നെ ഞാൻ ക്ഷണിക്കുന്നു. എൻ്റെ രോഗം വിടുവിക്കാൻ നീ കടന്നു വരണം. എൻ്റെ പ്രശ്നങ്ങൾ സങ്കീർണമാണ്. കാറ്റിനാൽ ആട്ടിയുലയുന്ന പടക് പോലെയാണ് എൻ്റെ ജീവിതം, യാത്ര. അതിനൊരു പരിഹാരമുണ്ടാകണം. പടകിൽ നിൽക്കാൻ നീ വരണം. വിശ്വാസ ജീവിത പടകിൽ ഞാൻ, സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രാമദേശത്ത് പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഒരു യാത്രയാണ്. രോഗമുണ്ടാകാം, കഷ്ടതയുണ്ടാകാം, പ്രയാസമുണ്ടാകാം, നിരാശയുണ്ടാകാം, കടബാധ്യതയുണ്ടാകാം, തകർച്ചയുണ്ടാകാം. വിടുവിക്കുന്നവൻ, രക്ഷകൻ ഇതാ അവൻ അരികിൽ വന്നിട്ടുണ്ട്. പത്രോസ് പറയുകയാണ്, ഈ വഴിക്കല്ലേ പോകുന്നത്, എൻ്റെ വീട്ടിലേക്കൊന്ന് വരണമേ. പത്രോസിൻ്റെ ക്ഷണം സ്വീകരിച്ചു, പത്രോസിൻ്റെ വാക്കിനെ അംഗീകരിച്ചു, പത്രോസിൻ്റെ വിശ്വാസത്തെ കണ്ടു. വിശ്വാസം അതാണെല്ലാം. വിശ്വാസം എന്നതും ആശയ്ക്കിന് ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവുമാണ്. വിശ്വാസ നായകനെ നോക്കിയുള്ള യാത്രയാണ്, വിശ്വാസത്തോടെയുള്ള യാത്രയാണ്. ആ വിശ്വാസ ജീവിതത്തിലെ യാത്ര ചിലതൊക്കെ പ്രാപിക്കാനായിട്ട് സാധിക്കണം. ആശയ്ക്ക് വിരോധമായിട്ട് അബ്രഹാം ആശയോടുകൂടെ കത്തിരുന്ന് നീതിയായി കണക്കിട്ട സാക്ഷ്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ. അതാണ് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സ്തോത്രം. വിശ്വാസത്തിൻ്റെ നങ്കൂരം, പ്രാർത്ഥനയാകുന്ന നങ്കൂരം, വിശ്വാസത്തിൻ്റെ നങ്കൂരം ഇട്ടു. ഇവിടെ ഇപ്പോൾ ക്ഷണിക്കാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് വരണമേ. പത്രോസിൻ്റെ അമ്മായിയമ്മ പനിയായിട്ട് കിടക്കുകയാണ്. യേശു ഭവനത്തിൽ കടന്നു വന്നു. അവൾ കിടക്കുന്നത് കണ്ടു. അവളെ കുനിഞ്ഞു നോക്കി, നിന്റെ ജ്വരം വിട്ടുപോകട്ടെ എന്ന് ഒറ്റ വാക്ക്. അവൾ ചാടി എഴുന്നേറ്റ് തുള്ളിയും ചാടിക്കൊണ്ട് അടുക്കളയിൽ ചെന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്തു. സ്തോത്രം. നീ കിടക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും.
എഴുന്നേൽക്കാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ എഴുന്നേൽപ്പിച്ച് നടത്തും. പുതിയ അനുഭവത്തിലൂടെ പുതിയ ജീവിത മേഖലകളിലേക്ക് അവൻ നിന്നെ നയിപ്പാൻ ശക്തനാണ്. നിന്നെ കണ്ടെത്തുന്ന രോഗമാണെങ്കിൽ, പാരമ്പര്യത്തിൻ്റെ രോഗമാണെങ്കിൽ, വേദന അനുഭവിക്കുന്ന രോഗമാണെങ്കിൽ, മുൻപോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ കിടക്കുന്ന രോഗമാണെങ്കിൽ വിടിവിക്കുവാൻ ശക്തനാണ്. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയും, ശക്തി പ്രാപിക്കാൻ കഴിയും. എന്നിലും ബലവാനായിരിക്കുന്നവൻ പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ സൗഖ്യം, വിടുതൽ, ആശ്വാസം. ഇന്ന് പകൽക്കാലം വലിയൊരു വിടുതലിൻ്റെ സന്ദേശം അനുഗ്രഹത്തോടെ വിടുതലോടെ പ്രാപിച്ചെടുക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. 105 സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ മുഖം നിന്നിലേക്ക് ഉയർത്തി. എൻ്റെ മുഖം ഒന്ന് കാണാൻ. 121 സങ്കീർത്തനത്തിൽ പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തിയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ കണ്ണുകളെ ഉയർത്തുന്നെങ്കിൽ, മനസ്സിനെ ഉയർത്തുന്നെങ്കിൽ, ഈ വലിയവനായിരിക്കുന്നവൻ, ഉന്നതനായിരിക്കുന്നവൻ, ശ്രേഷ്ഠനായിരിക്കുന്നവൻ പ്രശ്നത്തിനായി ഭവനത്തിൽ കാലൊന്ന് കുത്തിക്കഴിഞ്ഞാൽ വിടുതലാണ്. ആ വിടുതലിനായി നമുക്ക് കാത്തിരിക്കാം, ഒരുങ്ങാം, ശക്തീകരിക്കാം. പുതിയ അനുഭവങ്ങളും കാഴ്ചപ്പാടും ഉണ്ടാകാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പത്രോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന ദൈവം, യേശു കർത്താവ് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ഒരു വിടുതലിനായി, ഒരു ആശ്വാസത്തിനായി, ഒരു സന്തോഷത്തിനായി, പുതിയ വഴികളെ തുറക്കേണ്ടതിനായി, പുതിയ അനുഭവത്തിലൂടെ കൊണ്ടുപോകേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ സ്തോത്രം. അടുത്തും അകലെയായി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. സ്വദേശത്തും വിദേശത്തും വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന, കുടുംബമായി പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസവും, വിവിധമായ ഭാരത്താൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് സമാധാനവും നൽകി അനുഗ്രഹിക്കണം. ചെറുതും വലുതുമായ സകല നന്മകളും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. കോവിഡിൻ്റെ വ്യാപനത്താൽ ഭാരപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം ആശ്വാസത്തോടും സമാധാനത്തോടും നടത്തുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദിനങ്ങൾ എല്ലാവർക്കും അനുഗ്രഹവും ആശ്വാസമായി തീരുവാൻ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് രക്ഷകൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏഴുവലി ബാബുഷാനും റോസമ്മാമയുടെയും 39ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ. ഇമ്മാനുവേൽ പ്രയർ മിഷൻ്റെ എല്ലാവിധമായ ആശംസകളും ഈ സമയത്ത് അറിയിക്കുകയാണ്. അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ച് നടത്തുമാറാകട്ടെ, കാക്കുമാറാകട്ടെ. നല്ല സന്തോഷമുള്ള ജീവിതവും അനുഭവവും ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. ദൈവം ശക്തീകരിക്കട്ടെ. ഇത്ര
യഹോവ സഹായിച്ചു. ഏകനായി നിന്നെന്നെ പരദേശിയോ നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ. ഏകനായി നിന്നെന്നെ പരദേശിയോ നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ. സ്വന്തം നാട്ടിൽ ചേർത്തു കൊള്ളാമെന്നുറച്ച നാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം നാട്ടിൽ ചേർത്തു കൊള്ളാമെന്നുറച്ച നാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം